Okay, welcome to the next session of the differential equation. Last session നമ്മൾ ലീനിയർ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഈ സെഷനിൽ നമ്മൾ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ദിസ് ഈസ് ആൻ ആൾട്ടർനേറ്റീവ് മെത്തേഡ് ടു സോൾവ് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നേരത്തെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു മെത്തേഡാണ്. നേരത്തെ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് തൊട്ട് മുമ്പ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ വിശേഷിച്ചും നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തത് സോൾവ് ചെയ്ത്. അപ്പോൾ ഇവിടെ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് വളരെ അബ്രിവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് MVP എന്ന് ചുരുക്കി വിളിക്കാം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്തും? അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ y ഡാഷ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് അല്ലേ? ഇത് നമ്മുടെ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് അല്ലേ? ഇത് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഈ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ആ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആരാ വരുന്നത്? y ഡാഷ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 0. അതായത് ആർ ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആവുന്ന കേസ്. ഈ ആർ ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആവുന്ന കേസിൽ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അറിയാം. ദർഫോർ സൊല്യൂഷൻ ഓഫ് 2 അല്ലേ? സൊല്യൂഷൻ ഓഫ് 2 എന്താണെന്ന് ഞാൻ വൈക്ക് പകരം ഇവിടെ എന്തായിരുന്നു ഒരു വി ഓഫ് എക്സ് എന്ന് കൊടുക്കുന്നു. സൊല്യൂഷൻ ഓഫ് 2 എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഓഫ് എക്സ് ഈക്വൽ ടു സി ഇ റേസ് ടു ഇൻറ്റഗ്രൽ ഓഫ് മൈനസ് എഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതാണ് ആര് അവിടുത്തെ സൊല്യൂഷനായിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതിനകത്ത് ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മളെ കയ്യിലുണ്ട്. ഈ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും? നോൺ ഹോമോജീനിയസ് ഇക്വേഷനായ ജനറൽ ലീനിയർ നോൺ ഹോമോജീനിയസ് ഇക്വേഷനായ y ഡാഷ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാൻ സാധിക്കും. അത് എങ്ങനെയാണ് നമ്മൾ കാണുന്നത് വെച്ചാൽ ദർഫോർ ദ ജനറൽ സൊല്യൂഷൻ y ഓഫ് എക്സ് ഓഫ് ദ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം u ഓഫ് എക്സ് ഇൻറ്റു തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ടെത്തിയ നിങ്ങളുടെ ഹോമോജീനിയസ് കേസിലെ വി ഓഫ് എക്സ് കൂടെ അതിനകത്ത് വരും. അപ്പോൾ യു ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് രീതിയിലേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 1 നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1ൻ്റെ ജനറൽ സൊല്യൂഷനാണ്. ഓക്കെ, ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ 1ൻ്റെ ജനറൽ സൊല്യൂഷനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും y ഈസ് ഈക്വൽ ടു യു വി അല്ലേ? y ഈസ് ഈക്വൽ ടു സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും y ഈസ് ഈക്വൽ ടു യു വി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കാം. പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുന്ന സമയത്ത് u ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് v ഈസ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. വിയെക്കുറിച്ച് നമ്മുടെ കയ്യിൽ ഓർമ്മയുണ്ടാവണം. വി ആരാ? നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അതിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയും എന്താണ്? ദാറ്റ് ഈസ് y ഡാഷ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു യു വി ഡാഷ് അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് യു ഡാഷ് വി. ഓക്കെ, അപ്പോൾ നമ്മളതിൽ y ഈസ് ഈക്വൽ ടു യു വി ഉണ്ട്. y ഡാഷിൻ്റെ വാല്യൂ നമുക്ക് ലഭ്യമായി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോയിട്ട് എവിടെ കൊടുക്കാം? ഇക്വേഷൻ 1ൽ നമുക്ക് അപ്ലൈ ചെയ്തേക്കാം. ആ ഇക്വേഷൻ 1ൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭ്യമാവും പുട്ട് ഇൻ 1 or apply in 1. So 1 becomes ഓക്കെ 1 എങ്ങനെയായി മാറും? ഇക്വേഷൻ 1 y ഡാഷിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ ആരെ കൊണ്ടുവരുന്നു? യു വി ഡാഷ് പ്ലസ് യു ഡാഷ് വി ആയിരിക്കും അല്ലേ? y ഡാഷ്. ഓക്കെ, ആൻഡ് ദെൻ y ഡാഷ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ പറയാവുന്ന വാല്യൂ ആരാ? ദിസ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് ഇൻറ്റു വൈ. സോ എഫ് എക്സ് ഇൻറ്റു വൈ പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈ. വൈയുടെ വാല്യൂ ആരാ? യു വി. സോ യു വി dash plus uv
uv dash plus uv. Now the next is uv is equal to r of x. So is equal to r of x. Okay. അത് നമ്മളതിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും, ഇവിടെ നമുക്ക് നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യമായിരുന്നു ആരാണ്, വി എന്ന് പറയുന്ന ആരുടെ സൊല്യൂഷനാണ്, ഇക്വേഷൻ 2യുടെ സൊല്യൂഷനാണ്. വി ഇക്വേഷൻ 2യുടെ സൊല്യൂഷൻ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്, വി സൊല്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും വി ഡാഷ് പ്ലസ് എഫ് എക്സ് ദാറ്റ് ഈസ് എഫ് ഇൻറ്റു അല്ലേ വി ഇസ് ഈക്വൽ ടു ആരായിരിക്കും 0 ആയിരിക്കും. വി ഡാഷ് പ്ലസ് എഫ് വി ഇസ് ഈക്വൽ ടു ആരായിരിക്കും 0 ആയിരിക്കും. ആ ഒരു ടേം നമുക്ക് ഇതിനകത്തുനിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കി ഇതിനകത്തുനിന്ന് ഈ ടേമിൽ നമുക്ക് കാണുന്ന സമയത്ത് ഇവിടെ ആരുണ്ട്, യു കോമൺ ആണ്, ഇതിനകത്തും ആര് കോമൺ ആണ്, യു കോമൺ ആണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ആ പാർട്ടിൽ യുവിനെ ഞാനിങ്ങനെ കോമൺ ആക്കി എടുത്തു അല്ലേ, യുവിനെ ഞാൻ കോമൺ ആക്കി എടുത്തു. യുവിനെ കോമൺ ആക്കി എടുക്കുന്ന സമയത്ത് അകത്ത് വരുന്ന ആരാ, യു ഇൻറ്റു ഇവിടെ വരുന്ന ആരാ വി ഡാഷ് പ്ലസ് എഫ് വി ആയിരിക്കും. സോ വി ഡാഷ് പ്ലസ് എഫ് വി. നൗ ദെൻ വി ഡാഷ് പ്ലസ് എഫ് വി പോയി, ഇനി ആരാ യു ഡാഷ് വി ഇക്വൽ ടു പ്ലസ് യു ഡാഷ് വി ഇക്വൽ ടു ആരാ വരുന്നത്, യു ഡാഷ് വി ഇക്വൽ ടു ആർ ഓഫ് എക്സ്. ആർ ഓഫ് എക്സ് എന്ന് പറയുന്നൊരു പാർട്ടൂടെ നമുക്ക് അതിനകത്ത് വരും, ഇക്വൽ ടു ആരാ വരുന്നത് ആർ അല്ലേ, ദാറ്റ് ഇസ് ഇക്വൽ ടു ആർ. ഓക്കെ, അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്താ പറയാവുന്നത്, ദിസ് ഈസ് ഈക്വൽ ടു യു വി ഡാഷ് പ്ലസ് എഫ് വി. ആ വി ഡാഷ് പ്ലസ് എഫ് വി എന്ന് പറയുന്ന ആരാ, വി ഡാഷ് പ്ലസ് എഫ് വി എന്ന് പറയുന്നത് ആരുടെ സൊല്യൂഷനാ, വി ഡാഷ് പ്ലസ് എഫ് വി, വി ആരുടെ സൊല്യൂഷനാണ്, ഇക്വേഷൻ 2യുടെ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. സോ വി ഡാഷ് പ്ലസ് എഫ് വി എന്തായിരിക്കും 0 ആയിരിക്കും. വി ഡാഷ് പ്ലസ് എഫ് വി 0 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കും എന്താണ്, ഈ പാർട്ടിൽ ഇവിടെ ഈ വി ഡാഷ് പ്ലസ് എഫ് വി ആരായിരിക്കും, ദിസ് ഈസ് ഈക്വൽ ടു 0. ആ ഈ ടേം മുഴുവനായിട്ടും എന്തായി പോവും, 0 ആയി പോവും. സോ ഇതിൽ ഇനി ബാലൻസ് ഉള്ളത് ആര് മാത്രം, ഏറ്റവും അവസാനം വരുന്ന യു ഡാഷ് വി എന്ന് പറയുന്ന ടേം മാത്രമാണ്. നൗ യു ഡാഷ് വി ഇസ് ഈക്വൽ ടു എന്തായി മാറും, ആറായി മാറും. സോ യു ഡാഷ് ഇസ് ഈക്വൽ ടു ആരായിരുന്നത്, ആർ ബൈ വി ആയിരിക്കും. യു ഡാഷ് ഇസ് ഈക്വൽ ടു ആർ ബൈ വി ആയിരിക്കും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻ്റഗ്രൽ ദാറ്റ് ഇസ് യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ആർ ബൈ വി ഡി എക്സ് പ്ലസ് സി. പ്ലസ് സി ഇവിടെ നമുക്ക് വേണമെന്നില്ല, യു നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ്. ഓക്കെ, പ്ലസ് സി അടക്കമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ടാവാം, വേണമെങ്കിൽ അതിനെ ഉൾപ്പെടുത്താം, അതല്ലെങ്കിൽ നോ പ്രോബ്ലം. ചെറിയൊരു നെഗ്ലിജൻസ് നമുക്കവിടെ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് യു ലഭ്യമായി. ദർഫോർ വൈ ആരാ വരുന്നത്, വൈ ഈസ് ഈക്വൽ ടു ആരാ വരുന്നത്, വൈ ദ ജനറൽ സൊല്യൂഷൻ അല്ലേ. ദർഫോർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദ ജനറൽ സൊല്യൂഷൻ അല്ലേ, ജനറൽ സൊല്യൂഷൻ നമ്മളെ കയ്യിലുണ്ട്. ആ ജനറൽ സൊല്യൂഷനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും, വൈ ഈസ് ഈക്വൽ ടു ആരാ വരുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു യു വി ഓർ യു ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് എക്സ് ആ. സോ general solution is equal to, that is equal to v into integral of r divided by v dx plus c. Okay, ഈ സി കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി നിർത്താം. പർട്ടിക്കുലർ സൊല്യൂഷൻസിൻ്റെ കേസിൽ നമുക്ക് കണ്ടെത്തുകൂടി ചെയ്യാം. സോ ദിസ് ഈസ് ആക്ച്വലി ദ ജനറൽ സൊല്യൂഷൻ. ഇതായിരിക്കും അവിടെ വരുന്ന ജനറൽ സൊല്യൂഷനായി വരുന്ന കക്ഷി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിനകത്ത് നിന്ന് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ചെയ്യുന്ന പാറ്റേൺ നിങ്ങൾ നോക്കിയാൽ മതി. നേരത്തെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. അതേസമയം ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ വരുന്നത് എന്താണ്, ഹോമോജീനിയസ് ഇക്വേഷൻ കറസ്പോണ്ടിങ് ഏതൊരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലഭ്യമായാലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മളെടുക്കും. ഏതൊരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. ആ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അവിടെ ലഭ്യമാവും. ആ സൊല്യൂഷനോട് കൂടെ എന്തായിരിക്കും, ഒരു യു എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ജനറൽ സൊല്യൂഷൻ ലഭ്യമാവുന്നത് നമ്മൾ സപ്പോസ് ചെയ്യും. നൗ
ഇവിടെ നമ്മൾ ആരെ ഡിറ്റർമിൻ ചെയ്യണം? യുവിനെ ഡിറ്റർമിൻ ചെയ്യുന്നതോടുകൂടെ നമ്മൾ പ്രശ്നം സോൾവ് ആയും. ആ യുവിനെ ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് y = uv-യെ ഏതിൽ അപ്ലൈ ചെയ്യുകയാണ്? ഇക്വേഷൻ 1 ആയ ഒറിജിനൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് y' നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആ y' നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ആ കിട്ടിയ വാല്യൂവിനെ കൊണ്ടുപോയിട്ട് ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആ ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടേം കിട്ടും. ആ ടേമിൽ യു കോമൺ ആക്കി എടുത്താൽ ബാക്കിയുള്ള പാർട്ടുകൾ ചേർത്ത് വെച്ചാൽ അത് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായ വി സാറ്റിസ്ഫൈ ചെയ്യും. കാരണം ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് വി എന്നതുകൊണ്ട് തന്നെ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് വി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ആരാ? വി ഡാഷ് പ്ലസ് എഫ് വി = ആരായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ്? അതിനകത്തുനിന്ന് ഒരു കോമൺ വാല്യൂവിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ പാർട്ട് 0 ആയിപ്പോകും. പിന്നെ അവിടെ റിമൈൻ ചെയ്യുന്ന ഭാഗം u ഡാഷ് v = r ആയിരിക്കും. സോ u ഡാഷ് = r/v ആയിരിക്കും. ദർഫോർ u ഓഫ് എക്സിൻ്റെ വാല്യൂ ഇൻ്റഗ്രൽ ഓഫ് r/v dx + c ആയിരിക്കും. സോ നമുക്കറിയാം ജനറൽ സൊല്യൂഷൻ നമ്മൾ ആദ്യം അസംഷൻ കൊടുത്തത് u ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് ആണ്. ദർഫോർ y = uv ഇസ് ദ ജനറൽ സൊല്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും എന്താ? v ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് r/v dx + c. v എന്ന് പറയാൻ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു c e⁻². ആ c നമുക്ക് ഒഴിവാക്കാം. e⁻² ഇൻ്റഗ്രൽ മൈനസ് എഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതാണ് ആര്? വി. ഓക്കെ, എനിവേ ഇവിടെ നിന്ന് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. അല്ലേ? വി ക്യാൻ മൂവ് ടു എ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഓക്കെ, റൈറ്റ് ഡൗൺ എ ക്വസ്റ്റ്യൻ. Applying method of variation of parameter by applying method of variation of parameters solve differential equation dy by dx minus y is equal to dy by dx minus y is equal to 3 e⁻x is equal to 3 e⁻x. ഓക്കെ, അത് നമ്മുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. dy by dx minus y is equal to 3 e⁻x. okay, 3 e⁻x. okay, 3 e⁻x. ഫൈൻ. ഇവിടെ നമുക്ക് പറയാൻ കഴിയും നമ്മുടെ എഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. എഫ് എക്സ് = ആരായിരുന്നേ? -1 ആണ്. ആർ ഓഫ് എക്സ് = ആരാണ്? = 3 e⁻x ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇവിടെ ഗിവൺ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഉപയോഗിക്കണം. ആ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ആദ്യം ആരെ പഠിക്കും? ഹോമോജീനിയസ് ഇക്വേഷനെ പഠിക്കും, അല്ലേ? മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ അക്കോർഡിംഗ് ടു ബൈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ നമുക്ക് പറയാൻ പറ്റും ബൈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് the general solution ആരാ വരുന്നത്? ജനറൽ സൊല്യൂഷൻ ഈസ് y is equal to ആരാ വരുന്നത്? uv അല്ലെങ്കിൽ ux ഇൻറ്റു വി എക്സ് ആണ്, അല്ലേ? അതിൽ വി എക്സിനെ കുറിച്ച് നമുക്കറിയാം. ആരാണ് വി എക്സ്? വി എക്സ് ഈസ് ആക്ച്വലി ദ സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ദെൻ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരെ കണ്ടെത്താം? യുവിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കറസ്പോണ്ടിങ് ആയുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതിയേക്കാം. സോ ദ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ ഓഫ് 1, അല്ലേ? ഇക്വേഷൻ 1ൻ്റെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ എന്താ വരുന്നത്? ഒന്ന് പറഞ്ഞേ. dy by dx minus y is equal to 0. So here we have dy by dx minus y is equal to 0, അല്ലേ? അപ്പോൾ തന്നെ ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇയാളുടെ എഫ് എക്സിൻ്റെ വാല്യൂ നമ്മൾ കയ്യിലുണ്ട്. എഫ് എക്സ് = ആരായിരുന്നു? -1 ആണ്.
എഫ് എക്സ് ഇസ് ഈക്വൽ ടു ആരാ -1 എഫ് എക്സ് -1 ആയതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുള്ള സൊല്യൂഷൻ വി എക്സ് കാണാൻ പറ്റും. വി എക്സ് ഇസ് ഈക്വൽ ടു സി ഇ റേസ് ടു ഇൻ്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് ആ. ഓക്കെ, സി ഇ റേസ് ടു ഇൻ്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് പറയാൻ പറ്റും ദിസ് ഇസ് ഈക്വൽ ടു സി ഇ റേസ് ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് എക്സ് ദാറ്റ് ഈസ് -1 ഡി എക്സ് ഈക്വൽ ടു സി ഇ റേസ് ടു എക്സ് ഈസ് -1 ആവും +1 ആവും സി ഇ റേസ് ടു എക്സ് ആയിരിക്കും. ഓക്കെ, വി പുട്ട് അല്ലേ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്തായി മാറും സി ഈസ് ഈക്വൽ ടു സൗകര്യത്തിന് വേണ്ടിയിട്ട് സി ഈസ് ഈക്വൽ ടു നമ്മുടെ യു ഓഫ് എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ആ സി ഈസ് ഈക്വൽ ടു യു ഓഫ് എക്സ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും വൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഓക്കെ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും വൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആരാ വരുന്നത് യു എക്സ് ഇൻറ്റു സി ഇൻറ്റു ആരാ വരുന്നത് ഇ റേസ് ടു എക്സ് ആണ്. സോ വി ഈസ് ഇ റേസ് ടു എക്സ് യു ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ആയി. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ് ഈ ആൾക്കാരാ യു ഓഫ് എക്സ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് ഈസ് സെക്കൻഡ് ഫംഗ്ഷൻ. നമുക്ക് ഏതിൽ അപ്ലൈ ചെയ്യണം ഇക്വേഷൻ 1 അപ്ലൈ ചെയ്യണം. ഇക്വേഷൻ 1 അപ്ലൈ ചെയ്യണമെങ്കിൽ ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ ലഭ്യമാവണം. ആ ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ ലഭിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു ഇതിനകത്ത് കൊണ്ടുപോയിട്ട് ഡി വൈ ബൈ ഡി എക്സ് ദാറ്റ് ഈസ് ആക്ച്വലി വൈ ഡാഷ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന വൈ ഡാഷിനെ ഞാൻ പിടിച്ചു. വൈ ഡാഷ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് നമുക്കറിയാം ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് ഇറ്റ് സെൽഫ് പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു ദാറ്റ് ഈസ് ഈക്വൽ ടു യു. ഓക്കെ, എനിവേ ഓക്കെയാണ്. നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ കൊണ്ടുപോയിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാം. വി ക്യാൻ അപ്ലൈ രണ്ട് സൈഡിലും എന്തായിരുന്നു ഇ റേസ് ടു എക്സ് ഇൻറ്റു യു ഡാഷ് ഡെറിവേറ്റീവ് ഓഫ് യു ഈസ് യു ഡാഷ്. വി ക്യാൻ അപ്ലൈ ഇൻ 1 1 കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക 1 ഒരു തിരിച്ചു പോക്കുമോ അല്ലേ 1 ആരായിരുന്നു ഡി വൈ ബൈ ഡി എക്സ് -y ഇസ് ഈക്വൽ ടു 3 ഇ റേസ് ടു എക്സ്. അപ്പോൾ ഇവിടെ ആര് വരും ഇതിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് ഡി വൈ ബൈ ഡി എക്സിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ ആരെ കൊടുക്കും യു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു യു ഡാഷ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്ന ആരാ -y ദാറ്റ് ഈസ് ഈക്വൽ ടു -y ആരാ ദിസ് ഈസ് ഈക്വൽ ടു -y that is equal to y is uv. Okay, uv means u into e raised to x. Okay, u into e raised to x. Okay, uv. Okay, y നമ്മൾ അപ്ലൈ ചെയ്തു ആൻഡ് ഫൈനലി അവിടെ ആരാ വരുന്നത് -y ഈക്വൽ ടു 3 e raised to x. ഫൈനലി ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ആരെ കൊടുത്തു 3 e raised to x. ഓക്കെ, എല്ലാറ്റിലും ഇ റേസ് ടു എക്സ് കോമൺ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ഇ റേസ് ടു എക്സിനെ ഞാനിങ്ങ് പുറത്താക്കി കളഞ്ഞു. അപ്പോൾ ആരാ വരുന്നത് യു പ്ലസ് യു ഡാഷ് മൈനസ് യു പ്ലസ് യു ഡാഷ് മൈനസ് യു. ഓക്കെ, ഇവിടെ ഒരു പ്ലസ് ഇ റേസ് ടു യു ഇ റേസ് ടു എക്സും മൈനസ് യു ഇ റേസ് ടു എക്സും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരും മാത്രം മതി ഇതിനകത്ത് നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ആരും മതി ഇതിനകത്തേക്ക് വരുമ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു യു ഡാഷ് ഇസ് ഈക്വൽ ടു 3 ഇ റേസ് ടു എക്സ് ആണ്. ദർഫോർ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും വി ക്യാൻ ക്യാൻസൽ ഇ റേസ് ടു എക്സ് ഫ്രം ബോത്ത് സൈഡ്സ് അല്ലേ. ഇ റേസ് ടു എക്സും ഇ റേസ് ടു എക്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ വാല്യൂ ആരാ വരുന്നത് യു ഡാഷ് ഇസ് ഈക്വൽ ടു 3. യു ഡാഷ് ഇസ് ഈക്വൽ ടു ആരായി മാറും വാല്യൂ 3 ആയിരിക്കും. ഓക്കെ, സോ യു ഡാഷ് ഇസ് ഈക്വൽ ടു 3 മീൻസ് ഡി യു ബൈ ഡി എക്സ് ആരായിരിക്കും 3 ആയിരിക്കും. ഓക്കെ, that is du divided by dx is equal to 3. അപ്പോൾ ഇയാളെ കണ്ട് പിടിച്ചാൽ du is equal to ആരായി മാറും 3dx. du is equal to ആരായി മാറും 3dx. സോ ബൈ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും u അല്ലെങ്കിൽ u of x equal to ആരായി മാറും this is equal to 3x plus c. ഓക്കെ, u is equal to 3x plus c. ഓക്കെ, u is equal to 3x plus c. യുടെ വാല്യൂ 3x plus c ആണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. നൗ ഇൻ കേസ് ഓഫ് എസ് നോ പ്രോബ്ലം ദെർഫോർ ദ ജനറൽ സൊല്യൂഷൻ ഈസ് അല്ലേ നമുക്ക് പറയാൻ പറ്റും ദെർഫോർ ദ ജനറൽ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞാൽ y is equal to u e raised to x എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ശരിയല്ലേ.
ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ആരാ? y is equal to y is equal to ആരാ വരുന്നത്? ജനറൽ സൊല്യൂഷൻ y is equal to uv. ഓക്കെ, ജനറൽ സൊല്യൂഷൻ y is equal to uv ആണ്. y is equal to uv എന്ന് പറയുന്ന സമയത്ത് v ഞാൻ എടുത്തു. therefore ഇവിടെ നമുക്ക് പറയാൻ പറ്റും ജനറൽ സൊല്യൂഷൻ ആരാ വരുന്നത്? v എന്ന് പറയുന്നിടത്ത് y is equal to ആരാ വരുന്നത്? u ഇൻറ്റു ഇ റേസ് ടു എക്സ് ആയിരിക്കും. സോ യുവിനെ നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. യു എന്താണ്? യു 3x പ്ലസ് സി ആണ്. സോ യു ഇൻറ്റു ഇ റേസ് ടു എക്സ് ആയിരിക്കും. ദെർഫോർ വൈയുടെ വാല്യൂ ആരായിരിക്കും? 3x പ്ലസ് സി ഇൻറ്റു ഇ റേസ് ടു എക്സ്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെടുത്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും y is equal to 3x e raised to x plus c e raised to x വേണമെങ്കിൽ പറയാം. നോ പ്രോബ്ലം. ദിസ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ. ദിസ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് 1 നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീനിയർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ വളരെ എളുപ്പത്തിൽ ഇതിനകത്തേക്ക് ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഉപയോഗിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് dy/dx - y = 3e⁻x ആണ് നമ്മുടെ സൊല്യൂഷൻ. fxൻ്റെ വാല്യൂ -1 ആണ്, rxൻ്റെ വാല്യൂ 3e⁻x ആണ്. y is equal to uv ആണെന്നെടുത്തു. v എന്ന് പറയുന്ന സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അങ്ങനെയാവുമ്പോൾ ഹോമോജീനിയസ് എടുത്തു, fx എടുത്തു, vxനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. c e⁻x ആണ്, അവിടെ യുവിനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. y is equal to u(e⁻x) എന്നെടുത്തു. അതിനകത്ത് ഞാൻ u(e⁻x)-നകത്ത് ഞാൻ എന്ത് ചെയ്തു? y' കാൽക്കുലേറ്റ് ചെയ്തു. കിട്ടിയ എല്ലാ വാല്യൂസിനെയും കൊണ്ടിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മുടെ ഇക്വേഷൻ 1-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇവിടെ നമുക്ക് വരുന്ന സമയത്തേക്ക് അവിടെ നിന്ന് ആരെ കിട്ടി? ഒരു വാല്യൂ ലഭ്യമായി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അവസാനം നമ്മൾ കൊണ്ടുവന്നപ്പോൾ u' വാല്യൂ 3 ആയി. u' വാല്യൂ 3 ആണ്. du/dx 3 ആയി. du = 3dx ആയി. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിലൂടെ എന്തായി? u is equal to 3x plus c ആയി. സോ ദിസ് ഈസ് ജനറൽ സൊല്യൂഷൻ. y is equal to u into e⁻x ആണ്. y is equal to 3x plus c into e⁻x ആയി. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ജനറൽ സൊല്യൂഷൻ. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും? വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ 1-2 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസും കൂടി ഞാനിതിനകത്ത് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സോൾവ് the following differential equation. solve y' minus y is equal to x by method of variation of parameters. The second one similar തന്നെ നമ്മൾ എടുക്കുന്നത്. solve xy dash plus 2y plus 2y is equal to sin x by x is equal to sin x by x by method of variation of parameters. ഓക്കെ, ഒട്ടനവധി പ്രോബ്ലംസ് ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങളിതിനെന്ത് ചെയ്യുക? വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയ ശേഷം ഈ വീഡിയോ വാച്ച് ചെയ്ത ശേഷം കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. അത് നിങ്ങളുടെ ഇതിലുള്ളൊരു എക്സ്പെർട്ടൈസ് ഒരുപാട് ഉയർത്തും. നിങ്ങൾക്ക് തുടർന്നുള്ള എല്ലാ പഠനത്തിനും അത് വളരെ സപ്പോർട്ടീവ് ആവും. Okay, thank you for watching this video. Thank you very much. Continue watching. Thank you all.